വൃത്തികെട്ട അമ്മയും മകളും അത്താഴത്തിനായി ഒരു റെസ്റ്റോറന്റിലെത്തുന്നു. എമ്മയ്ക്ക് കൂടുതൽ പണമില്ലെന്ന് തോന്നുന്നു. പരിചാരകനായ ജോർജിന് അവരെ ഇഷ്ടമല്ലായിരുന്നു. അവൻ എമ്മയ്ക്ക് മെനു കാണിച്ചുകൊടുത്തു. എമ്മ മെനു തിരിച്ചു. അവൻ കയ്യിലുള്ള പണത്തിലേക്ക് നോക്കി. കുട്ടിക്കൊരു പാത്രം നൂഡിൽസ് വാങ്ങാൻ മാത്രമേ പണം മതിയാകൂ. ഞാനത് സജ്ജമാക്കുമെന്ന് ജോർജ് പറഞ്ഞു. അവൻ അമ്മയെ തിരിഞ്ഞുനോക്കി വിഷമിക്കരുതെന്ന് മകളെ ആശ്വസിപ്പിച്ചു. ജോർജ് വല്ലാതെ അസ്വസ്ഥനായിരുന്നു. ധനികനായ അതിഥി പോലും അമ്മയെയും മകളെയും സഹതാപത്തോടെ നോക്കി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ജോർജ് ഭക്ഷണവുമായി തിരിച്ചെത്തി. എനിക്ക് ഒരെണ്ണം കൂടി ലഭിച്ചു. എന്നാൽ ഒരു പാത്രം നൂഡിൽസ് വാങ്ങാനുള്ള പണം മാത്രമേ തന്റെ പക്കലുള്ളൂവെന്ന് എമ്മ പറഞ്ഞു. ജോർജ് പറയുന്നു, നിനക്ക് ഭക്ഷണം കഴിക്കാം. നൂഡിൽസിന്റെ മറ്റേ പാത്രം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളൊരു റെസ്റ്റോറന്റിൽ വരുമ്പോൾ ഒരിക്കലും വിശന്ന് പുറത്തുപോകരുത്. കേറ്റിയും മകളും വളരെ സന്തുഷ്ടരായിരുന്നു. ദയുള്ള ഒരാളെ കണ്ടുമുട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. വ്യക്തമായും തന്റെ പിറകിലുള്ള ധനികൻ ഇത് കണ്ട് സന്തോഷിച്ചു. ലോകത്ത് കൂടുതൽ ഊഷ്മള ഉണ്ടായിരിക്കണം, കൂടുതൽ സ്നേഹമുണ്ടായിരിക്കണം. ജോർജ് മേശ വൃത്തിയാക്കാൻ തിരിച്ചെത്തിയപ്പോൾ കസ്റ്റമർമാരെല്ലാം പോയി. കാറ്റി അവനൊരു കുറിപ്പ് കൊടുത്തു. നല്ല മനുഷ്യർക്ക് പ്രതിഫലം ലഭിക്കും. ഇത് ജോർജിന്റെ ഹൃദയത്തിൽ ഊഷ്മള ഉളവാക്കി. അമ്മയ്ക്കും മകൾക്കും കാര്യങ്ങൾ മികച്ചതായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അടുത്ത ദിവസം ജോർജ് തന്റെ ജോലി തുടർന്നു. ഇന്നലത്തെ ധനികൻ കടന്നുവരുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. എന്തിനാണ് അമ്മയെയും മകളെയും സഹായിക്കുന്നതെന്ന് അദ്ദേഹം ജോർജിനോട് ചോദിച്ചു. തനിക്ക് ഒന്നും മാറ്റാൻ കഴിയില്ലെങ്കിലും തന്റെ പങ്ക് ചെയ്യാൻ ആഗ്രഹിച്ച ധാരാളം ആളുകളുണ്ടെന്ന് ജോർജ് പറയുന്നു. ധനികൻ എന്റെ പുറകിലേക്ക് നോക്കാൻ പറഞ്ഞു. ജോർജ് പോയി. ഇന്നലെ മുതൽ അമ്മയെയും മകളെയും കണ്ടു. ഇത് തന്റെ ഭാര്യയും മകനുമാണെന്ന് ധനികൻ വിശദീകരിച്ചു. ജോർജ് ശരിക്കും അമ്പരന്നു. ധനികർ റെസ്റ്റോറന്റ് വാങ്ങി. കടയിലെ പരിചാരകരെ പരിശോധിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ജോർജിന്റെ പ്രവർത്തനങ്ങൾ അയാളെ പ്രചോദിപ്പിച്ചു. ഒടുവിൽ ജോർജിനെ സ്റ്റോർ മാനേജരായി സ്ഥാനക്കയറ്റം നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. കുറിപ്പിലെ ആ വാചകം ഓർക്കുക. നല്ല മനുഷ്യർക്ക് പ്രതിഫലം ലഭിക്കും.